കുറച്ച് നാളായിട്ട് മകളും മാതാപിതാക്കളും തമ്മിൽ വസ്തുതർക്കം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വസ്തുതർക്കത്തിന്റെ പേരിൽ സബ് കളക്ടറുമായിട്ട് ഇവർ ചർച്ചയും നടത്തിയിരുന്നു. ഇതിൽ സബ് കളക്ടർ പറഞ്ഞത് പ്രകാരം മാതാപിതാക്കൾ ആ വീട്ടിൽ താമസിക്കുകയും മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാൻ സിജിക്ക് സമ്മതമല്ലെങ്കിൽ സിജിയോട് മറ്റൊരു വാടക വീട്ടിൽ താമസിക്കണം എന്നുമാണ് സബ് കളക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതിന്റെ ഓർഡർ തൊട്ട് പിന്നാലെ വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചയ്ക്ക് ശേഷം മാതാപിതാക്കൾ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഈ മാതാപിതാക്കൾക്ക് മുൻപേ എത്തിയ സിജി വീടിന്റെ ഉള്ളിൽ കയറി ഗേറ്റും വാതിലും അടച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെ അച്ഛനെ അമ്മയും തെരുവിലേക്ക് ഇറക്കിയ മകളെ, നിന്നെ പോലത്തെ കുറെ മക്കളുണ്ട് ഇവിടെ. നിനക്കൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ കുറെ എണ്ണം. അന്ന് നീക്ക് ഇതിന്റെ 10 ഇരട്ടി വേദന അനുഭവിക്കും. വളർത്തി വലുതാക്കി ജീവിതം തന്ന സ്വന്തം തള്ളേനെ തന്തേനെ പണത്തിനും സ്വത്തിനും വേണ്ടി പുറത്തേക്ക് എറിഞ്ഞ പൊന്നുമോളെ, നിനക്കൊക്കെ കാലം മറുപടി തരും. നമ്മുടെ കേരളത്തിനും ഭരണ സംവിധാനത്തിനും നടക്കുമെന്നറിയില്ല, പക്ഷെ എന്തായാലും നിനക്ക് കിട്ടിയിരിക്കും.